ആദ്യ ദിനത്തിൽ 19 വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു. രണ്ടാം ദിനത്തിൽ കളി കൈവിട്ടു പോയെന്ന് ഉറപ്പിച്ചിരുന്ന മത്സരം ട്രാവിസ് ഹെഡ് എന്ന ഒറ്റ മനുഷ്യനിലൂടെ ഓസ്ട്രേലിയ തിരിച്ചുപിടിക്കുന്നു. ആഷസ് അതിൻ്റെ ഏറ്റവും പരമോന്നത രീതിയിലേക്ക് തിരികെ വരികയാണ്. നമസ്കാരം. ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആഷസ് ടെസ്റ്റ് പോരാട്ടം ക്രിക്കറ്റിന് വെറും ഒരു മത്സരമല്ല. ക്രിക്കറ്റിന് ഒരു ആവേശമുണ്ടെങ്കിൽ, ക്രിക്കറ്റിന് ഒരു റൈവൽറി ഉണ്ടെങ്കിൽ അത് ആഷസ് ആണ്. ആ ആഷസ് ആണ് പെർത്തിൽ കഴിഞ്ഞ ദിവസം ആദ്യ ടെസ്റ്റ് ആരംഭിച്ചത്. ബാറ്റിങ്ങിന് വലിയ ക്ഷാമമുണ്ടായിരുന്ന മത്സരം ആദ്യ ദിനത്തിൽ 19 വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ബാറ്റേഴ്സിനോട് ഒരു കനിവും കാണിക്കാത്ത പിച്ചാണ് പെർത്തിൽ ഒരുക്കിയിരുന്നത്. അങ്ങനെ ആദ്യ ഇന്നിങ്സിൽ 40 റൺസിന് ലീഡ് വഴങ്ങേണ്ടി വന്ന ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ഇന്നിങ്സിലേക്ക് ഇന്ന് കാലെടുത്ത് വെച്ചപ്പോഴേക്കും കണ്ടത് പിന്നീട് വേറൊരു മത്സരം തന്നെയാണ്. ഇംഗ്ലണ്ട് ആദ്യം തുടക്കം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ രണ്ടാം വിക്കറ്റ് ഇംഗ്ലണ്ടിന് എപ്പോൾ നഷ്ടപ്പെട്ടോ, 105 റൺസിൽ ഇംഗ്ലണ്ടിന് രണ്ടാം വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ തൊട്ട് ഇംഗ്ലണ്ട് പിന്നെ വിക്കറ്റുകൾ പടപടപടാന്ന് വീണു തുടങ്ങി. അങ്ങനെ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് വെതറാൾഡും ട്രാവിസ് ഹെഡും രണ്ടാം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങി. ആദ്യ ഇന്നിങ്സിൽ മധ്യനിരയിൽ കളിച്ച ട്രാവിസ് ഹെഡ് ഇത്തവണ ഓപ്പണറായി ഓസ്ട്രേലിയക്ക് വേണ്ടി എത്തി. കണ്ടതോ ചരിത്രപരമായ റെക്കോർഡ് ഇന്നിങ്സാണ്. 2020 പോലും കടത്തിവിട്ടുന്ന രീതിയിലാണ് ട്രാവിസ് ഹെഡ് ഓപ്പണറായി ഈ മത്സരത്തിൽ അരങ്ങേറിയത്. അത് പിന്നെ അങ്ങനെയാണല്ലോ. ഹെഡ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ തന്നെ അഭിഷേക് ശർമ്മയോടൊപ്പം കളിച്ചിരുന്ന കളികളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓഡിയയിൽ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ട്രാവിസ് ഹെഡ് കൊടുക്കുന്ന സ്റ്റാർട്ട് പല ഇൻ്റർനാഷണൽ ടീംസിനെയും ഓപ്പണേഴ്സ് കൊതിക്കുന്ന ഒരു സ്റ്റാർട്ടാണ്. പക്ഷേ ആഷസ് പോലൊരു പരമ്പരയിൽ ട്രാവിസ് ഹെഡ് ഇമ്മാതിരി കളി കളിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കണ്ടില്ല. അതുതന്നെയാണ് ഹെഡ് ചെയ്യുകയും ചെയ്തത്. നമുക്ക് നേരെ സ്കോർ കാർഡിലേക്ക് പോകാം. പ്രത്യേകിച്ച് 83 പന്തുകളിൽ നിന്നാണ് 123 റൺസ് എടുത്തത്. സെഞ്ചുറി പൂർത്തിയാക്കിയത് വെറും 68 പന്തുകളിൽ നിന്നുകൊണ്ടാണ് ട്രാവിസ് ഹെഡ് ആ സെഞ്ചുറി പൂർത്തിയാക്കുന്നത്. അതും ഒരു റെക്കോർഡാണ്. ഇത്രയും വേഗതയേറിയ സെഞ്ചുറി ഒരു ഓസ്ട്രേലിയൻ ഓപ്പണറിൽ നിന്നും ഉണ്ടാകുന്നതും ഇത് ചരിത്രപരം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ പെർത്ത് ടെസ്റ്റ് ഒരു റൺ ക്ഷാമം ഉണ്ടായിരുന്ന ടെസ്റ്റാണ്. ഓസ്ട്രേലിയക്ക് 205 റൺസ് ആയിരുന്നു ജയിക്കേണ്ടിയിരുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോഴേക്കും ഇംഗ്ലണ്ടിന് 40 റൺസിന് മുൻതൂക്കമുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് രണ്ടാം ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് 165 റൺസിന് അവസാനിക്കുന്നത്. 105 റൺസിന് 2 വിക്കറ്റിൽ നിൽക്കെ പിന്നീടുള്ള 8 വിക്കറ്റുകൾ ഇംഗ്ലണ്ടിന് നഷ്ടപ്പെടുന്നത് വെറും 60 റൺസ് നേടിയെടുത്തുകൊണ്ടാണ്. പിന്നാലെയാണ് ഓസ്ട്രേലിയ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നതും ട്രാവിസ് ഹെഡിനെ ഓപ്പണറാക്കാമെന്ന സ്റ്റീവ് സ്മിത്തിൻ്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ഗുണകരമായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. അങ്ങനെ ആഷസ് പോരാട്ടത്തിൻ്റെ ആദ്യ മത്സരം ഓസ്ട്രേലിയ കൈപ്പിടിയിൽ ഒടുക്കുകയാണ്, കൈവെള്ളയിൽ വെക്കുകയാണെന്നുള്ളതാണ്. ഓസ്ട്രേലിയക്ക് ട്രാവിസ് ഹെഡ് കൂടാതെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടേണ്ട ഒരു ബൗളർ ഉണ്ടെങ്കിൽ അത് മിച്ചൽ സ്റ്റാർക്കാണ്. ആദ്യ ഇന്നിങ്സിൽ 7 വിക്കറ്റാണ് മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കിയത്. സ്റ്റാർ ഓഫ് ദി ഈ മാച്ച് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണേഴ്സ് മുതൽ വാലറ്റക്കാരെ വരെ ചുരുട്ടിക്കൂട്ടിക്കൊണ്ടാണ് മിച്ചൽ സ്റ്റാർക്കിൻ്റെ തേരോട്ടം തുടരുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായത്. പിച്ച് സ്റ്റാർക്കിന് അനുകൂലമായിരുന്നു എന്നത് മത്സരം ഉടനീളം കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യമായി ഇൻ സ്വിങ്, ഔട്ട് സ്വിങ്, ടേൺ എല്ലാം സ്റ്റാർക്ക് എന്താണോ സ്റ്റാർക്കിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതെല്ലാം പിച്ച് സ്റ്റാർക്കിന് കൊടുത്തു എന്നത് വേണം പറയാൻ. അങ്ങനെ ഇംഗ്ലണ്ടിന് മുൻകൈ ഉണ്ടായിരുന്ന മത്സരം അതാണ്. മൈക്കൽ വോൺ ആയിക്കോട്ടെ, ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട പല താരങ്ങളും ഇപ്പോൾ കോമൻറ്റേറ്റേഴ്സായിട്ടും ഒക്കെ നിൽക്കുന്നവരൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയൊരു മത്സരം കൂടിയാണ് ഇന്ന്. കാരണം വളരെ ലോ സ്കോറിംഗ് ആയിട്ടൊരു മത്സരം, ഇംഗ്ലണ്ട് ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന മത്സരം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. ഞാൻ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിന് വളരെ നല്ലൊരു തുടക്കമാണ് സെക്കൻഡ് ഇന്നിങ്സിൽ ഉണ്ടായിരുന്നത്. 100 റൺസോളം അവർ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് നിന്നപ്പോൾ ഇംഗ്ലണ്ട് ഈ മത്സരം സീൽ ചെയ്തു എന്ന് ഉറപ്പിച്ചാണ്. കാരണം ബൗളേഴ്സിന് വളരെ അനുകൂലമായ ഒരു പിച്ചായിരുന്നു. അതിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 100 റൺസ് ഇംഗ്ലണ്ടിന് നേടാൻ സാധിച്ചപ്പോൾ തന്നെ ഇംഗ്ലണ്ട് ഉറപ്പിച്ചതാണ് ഈ മത്സരം ഞങ്ങളാണ്. അതായത് ആഷസ് പരമ്പരയുടെ ആദ്യത്തെ ടെസ്റ്റ്, പെർത്തിലെ ടെസ്റ്റ്, ഓസ്ട്രേലിയയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇംഗ്ലണ്ട് ആദ്യത്തെ മത്സരം ജയിക്കാൻ പോകുന്നു എന്നുള്ള തലക്കെട്ട് വരെ അവർ അടിച്ചു നിൽക്കുമ്പോഴാണ് ട്രാവിസ് ഹെഡ് എവിടുന്നോ വന്ന് ഒരു മിന്നൽ വേഗത്തിൽ വന്നൊരു സെഞ്ചുറി അടിച്ചു പോയി ഓസ്ട്രേലിയക്ക് ഒരു വലിയ വിജയം കൊടുക്കുകയും ചെയ്തത്. വെതറാൾഡിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം ട്രാവിസ് ഹെഡും മാർണസ് ലാബുഷാനെയും കൂടി ചേർന്നുകൊണ്ടാണ് അവർ ആ ഇന്നിങ്സ് സീൽ ചെയ്യുകയും ചെയ്തത്. മാർണസ് ലാബുഷാനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഓസ്ട്രേലിയക്ക് ഏറ്റവും കൂടുതൽ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ലാബുഷാനെ മാത്രം മുൻനിർത്തിക്കൊണ്ടിരുന്ന ഓസ്ട്രേലിയൻ പടയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയോടൊപ്പം തന്നെ ഇന്നിങ്സ് പേസ് ചെയ്യാൻ ട്രാവിസ് ഹെഡും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇനി തുടർന്നുള്ള ടെസ്റ്റ് മത്സരങ്ങളിലും ഇതേ മാറ്റവുമായിട്ട് തന്നെയായിരിക്കും ഓസ്ട്രേലിയ മുന്നോട്ട് വരാൻ പോകുന്നത്. ഏറ്റവും നിർണായകമായ ഡിസിഷൻ മേക്കിംഗ് അവിടെയായിരുന്നു. അതായത് ആദ്യ ഇന്നിങ്സിൽ മധ്യനിരയിൽ മിഡിൽ ഓർഡർ ബാറ്ററായി നിന്ന ട്രാവിസ് ഹെഡിന് വലിയ സംഭാവനയൊന്നും ഓസ്ട്രേലിയൻ ടീമിന് ചെയ്യാൻ സാധിച്ചില്ല. ചിപ്പ് ചെയ്ത് മിഡ് വിക്കറ്റിലേക്ക്
ക്യാച്ച് കൊടുത്ത് ട്രാവിസ് ഹെഡിന് തിരിച്ച് ഡഗ്ഔട്ടിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഓപ്പണറായി വന്നതിന് ശേഷം തൻ്റെ സ്ഥിരം സ്ലോട്ടിൽ ട്രാവിസ് ഹെഡ് തിരിച്ചു വന്നപ്പോഴേക്കും കണ്ടത് ഒരു ഗംഭീരമായ ഇന്നിങ്സ് ആണ്. ആ ഇന്നിങ്സ് തന്നെയാണ് 2 ദിവസം കൊണ്ട് ഈ ആഷസ് ടെസ്റ്റിനെ അവസാനിപ്പിക്കാനും സാധിച്ചത്.